ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് ആസ്റ്റ് ഗോബൺ ഓൾവേസ് പോസിറ്റീവ് ബൈ. AR അജയൻ്റെ രണ്ടാം മോചനം. ടൊവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് AR എന്നത്. അജയൻ്റെ രണ്ടാം മോചനം ചിത്രം ഓണം റിലീസായിട്ട് സെപ്റ്റംബർ 12 തിയേറ്ററുകളിലേക്ക് എത്തും. നേരത്തെ തന്നെ ചിത്രത്തിൻ്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അത് വളരെയധികം ഹിറ്റായിരുന്നു ആ ട്രെയിലർ എന്ന് പറയുന്നത്. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വളരെയധികം എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷ തോന്നുന്ന ഒരു ട്രെയിലറായിരുന്നു അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. 3 ജനറേഷൻ്റെ കഥയാണ് പറയുന്നതെന്ന് തോന്നുന്നു. 3 കാലഘട്ടം പറയുന്നതെന്ന് തോന്നുന്നു. 3 കാലഘട്ടം, അതായത് അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു എന്നീ കഥാപാത്രങ്ങളിലാണ് 3 റോളുകളിലായിട്ടാണ് ടൊവിനോ തോമസ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത്. ടൊവിനോ തോമസിലില്ല അഭിനയിച്ചിരിക്കുന്ന 3 റോളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും AR എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈ പേഴ്സണൽ എക്സ്പെക്റ്റേഷന്, അല്ലെങ്കിൽ ഈ ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനോഹരമായ വിഷ്വൽസും സിനിമാറ്റോഗ്രാഫിയും മനോഹരമായ സീനുകളും എല്ലാം കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കുമെന്നാണ് എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ തോന്നിയത്. AR. അതിൻ്റെ ഡയറക്ടർ ജിതിൻ ലാൽ, അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. അദ്ദേഹം ബേസിൽ ജോസഫിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അതായത് കോതയിൽ, അതോടൊപ്പം കുഞ്ഞിരാമായണത്തിലൊക്കെ അദ്ദേഹം ബേസിൽ ജോസഫിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. പിന്നീട് എന്ന് നീണ്ട മൊയ്തീനിലും കൽക്കിയിലുമൊക്കെ അദ്ദേഹം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ച പടങ്ങളിലെല്ലാം ഒന്നെങ്കിൽ ടൊവിനോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബേസിൽ ജോസഫിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ ആ 2 പേരും ഈ ചിത്രത്തിലുണ്ടായിരുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ടൊവിനോയും ബേസിലിനെയും കൂടാതെ കീർത്തി ഷെട്ടി, ഐശ്വര്യ രാജേഷ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. പിന്നെ മറ്റു പ്രധാന താരങ്ങളുമുണ്ട് ചിത്രത്തിൽ. ഏതായാലും ഒരു പാൻ ഇന്ത്യ സംഭവമായിരിക്കും ചിത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതിസന്ധികളിൽ വീണ് കിടക്കുന്ന മലയാള സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 6 മാസം എന്നത് മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഫേസ് ആയിരുന്നു. തുടരെ ഹിറ്റുകൾ, അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഒന്ന് ഡൗൺ ആയി കിടക്കുന്ന ഇൻഡസ്ട്രിയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുന്ന ഒരു ഐറ്റമായിരിക്കും AR എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സെപ്റ്റംബർ 12 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിൻ്റെ സംവിധായകൻ ജിതിൻ ലാലിൻ്റെ ഒരു 8 വർഷമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി 8 വർഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഡിസ്റ്റിൻ സ്റ്റീഫനാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ജോമോൻ ടി ജോസ്, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഡിബു ഞൈനാൻ തോമസ്, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വളരെയധികം വൗ ഫാക്ടർ ഉണർത്തുന്ന ഒന്നായിരുന്നു ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ചിത്രം കാണുമ്പോൾ ജോമോൻ ടി ജോസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ചിത്രം കാണുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലും ട്രെയിലറിൽ തന്നെ ഒരു വൗ ഫാക്ടർ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ചിത്രം കാണുമ്പോൾ വളരെ രസമായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നതെന്ന് പറയാം. ഏതായാലും ഓണം റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഒരു ബമ്പൻ ഹിറ്റ് ടൊവിനോയ്ക്കുണ്ട്. അതായത് 2021 മിന്നൽ മുരളി, 2022 തല്ലുമാല, 2023 2018, ഒടുവിൽ ഇപ്പോൾ 2024 AR ആണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ വർഷവും ഒരു ബമ്പൻ ചിത്രമായിട്ട് ടൊവിനോ വരാറുണ്ട്, ഹിറ്റടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം അതിലേക്കുള്ള ഇതായിരിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഏതായാലും ഓണം റിലീസായിട്ട് ചിത്രം തിയേറ്ററിലേക്ക് എത്തും സെപ്റ്റംബർ 12. ചിത്രം വിജയമാവട്ടെ, മലയാള സിനിമയെ പ്രതിസന്ധികളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാവട്ടെ, ഒരു പാൻ ഇന്ത്യൻ സംഭവമാകട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.